നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് 3 വർഷത്തോളമാകുന്നു എങ്കിൽ പോലും ഇപ്പോഴും അതിന് യാതൊരു തരത്തിലുമുള്ള സമാധാനമാകാതെ നീളുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലൊക്കെ തന്നെ താൻ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അടിയന്തരമായി ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അതിന് യാതൊരു തരത്തിലുമുള്ള സാധ്യതകളില്ലാതെ ഇപ്പോഴും ചർച്ചകൾ നീളുകയാണ്. ഈയിടെ ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു എങ്കിൽ പോലും ആ ചർച്ചകളിൽ യുക്രൈനെ പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിഷയമായി പിന്നീട് മാറിയിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പുടിനെതിരെ രൂക്ഷമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കബളിപ്പിക്കുകയാണ് എന്നാണ് ഇപ്പോൾ യുക്രൈൻ ആരോപിക്കുന്നത്. സ്കൈ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സെലൻസ്കി റഷ്യക്കെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള ആക്രമണം നടത്തിയത്. മാത്രമല്ല, അലാസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ വെച്ച് റഷ്യയ്ക്ക് എന്തൊക്കെയോ ചില വാഗ്ദാനങ്ങൾ അമേരിക്ക നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും സെലൻസ്കി വിശ്വസിക്കുന്നത്. പകരമായി തങ്ങൾ പിടിച്ചെടുത്തിരുന്ന കുറേ ഭൂവിഭാഗങ്ങൾ വിട്ടുകൊടുക്കാമെന്ന് റഷ്യ ട്രംപിനോട് സമ്മതിച്ചതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത് ശുദ്ധ തട്ടിപ്പാണ് എന്നാണ് ഇപ്പോൾ സെലൻസ്കി ചൂണ്ടിക്കാട്ടുന്നത്. സെലൻസ്കിയുടെ അഭിപ്രായത്തിൽ പുടിൻ്റെ എല്ലാ നിലപാടുകളും ബലപ്രയോഗത്തിൻ്റേതാണ്. ബലപ്രയോഗമാണ് പുടിൻ്റെ മാതൃഭാഷ എന്നും അതനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്നുമാണ് ഇപ്പോൾ സെലൻസ്കി ആരോപിച്ചിരിക്കുന്നത്. നേരത്തെ പോളണ്ടിലും റൊമേനിയയ്ക്കും നേരെ ഡ്രോണാക്രമണം നടന്നിരുന്നു. ഇതിൻ്റെ പിന്നിൽ റഷ്യയാണ് എന്ന് തന്നെയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ആരോപിക്കുന്നത്. റഷ്യക്കാരെ നിഷേധിച്ചിരുന്നു. അവർ പറയുന്നത് ഇത് തെളിവില്ലാത്ത കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ തെളിവ് ഹാജരാക്കൂ എന്നാണ് റഷ്യയുടെ വെല്ലുവിളി. കൂടാതെ ഇതെല്ലാം തന്നെ യുക്രൈൻ്റെ കുതന്ത്രങ്ങളാണ് എന്നും റഷ്യ തിരിച്ചടിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് കണ്ടെത്തിയ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളിലും മറ്റു ചില അജ്ഞാത വസ്തുക്കളിലും എല്ലാം തന്നെ റഷ്യൻ മുദ്രയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റഷ്യ തന്നെയാണ് ഡ്രോണാക്രമണം നടത്തിയതെന്നാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വിശ്വസിക്കുന്നത്. സെലൻസ്കി ടെലിവിഷൻ അഭിമുഖത്തിൽ ആവശ്യപ്പെടുന്നത് അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെ എല്ലാവരും റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ്. നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ, അടിയന്തരമായി തന്നെ ഉപരോധം ഏർപ്പെടുത്തി ഈ റഷ്യയെ നിലയ്ക്ക് നിർത്തണം എന്നാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ യുക്രൈനിലേക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടാണ് അവർ ആക്രമണം നടത്തിയിരുന്നത്. ഏതാണ്ട് 2 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിക്കേറ്റവരിൽ ഒരു കൊച്ചു കുട്ടിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കൃഷിയിടങ്ങളിലേക്കും ഇവർ ഇപ്പോൾ ആക്രമണം നടത്തുകയാണ്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചില കർഷകർക്കും ഇവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും നാറ്റോ സഖ്യരാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് റഷ്യ ഇക്കാര്യത്തിൽ നേരിടണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത്. അമേരിക്കയുടെ സഹായം നേരത്തെയും സെലൻസ്കി തേടിയിരുന്നു. ആദ്യവട്ടം സെലൻസ്കിയെ ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയ ട്രംപ് അദ്ദേഹത്തെ അപമാനിച്ചതിനെ തുടർന്ന് സെലൻസ്കി ഇറങ്ങിപ്പോയിരുന്നു. പിന്നീട് അവർ തമ്മിൽ ഒത്തുതീർപ്പാവുകയും റഷ്യ നേരത്തെ നൽകിയ പ്രതിരോധ സഹായത്തിന് പകരമായി യുക്രൈനിലെ വളരെ ഫലഭൂയിഷ്ടമായ ധാതു സമ്പത്ത് അമേരിക്ക കൈമാറാനും ഒക്കെ തന്നെ സെലൻസ്കി തയ്യാറായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. മാത്രമല്ല, സെലൻസ്കി വേറൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ട്രംപുമായി ചർച്ച നടത്തിയതിൻ്റെ പിന്നാലെ മറ്റു പല ഉച്ചകോടികളിലും പുടിന് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നാണ്. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് സമർത്ഥമായി തന്നെ പുടിൻ ട്രംപിനെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, തൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടി ട്രംപിനെ കരുവാക്കി ഉപയോഗിക്കുകയായിരുന്നു പുടിൻ എന്നുമാണ് ഇപ്പോൾ സെലൻസ്കി ആരോപിക്കുന്നത്. ഏതായാലും ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാതെ നീളുന്നു എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. നിരവധി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അമേരിക്ക ഏതായാലും ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ കാര്യം. യുക്രൈൻ്റെ തലസ്ഥാനമായ കീവിലേക്ക് നിരന്തരമായി റഷ്യ ഡ്രോണാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ യുക്രൈനും തിരികെ മോസ്കോയിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ഈ യുദ്ധത്തിന് ഒരു പരിഹാരം ഉണ്ടാകാതെ നീണ്ടുപോകുന്നതിൽ ഒരുപക്ഷെ ഇന്ത്യ പോലെ രാജ്യങ്ങൾ ഇടപെടുത്തിക്കണമെന്നും അങ്ങനെ ഇതിന് ഒത്തുതീർപ്പുണ്ടാകണമെന്ന് വാദിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും ഈ ഒത്തുതീർപ്പിന് ഏറ്റവും യോഗ്യനായ വ്യക്തി എന്ന് പലതവണ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. എങ്കിൽ പോലും ഇപ്പോഴും ഔദ്യോഗികമായ അത്തരത്തിലുള്ള ക്ഷണം ലഭിക്കാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി മുന്നിട്ട് ഇറങ്ങാത്തത്.